നമസ്കാരം, എല്ലാവർക്കും മാമ ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാർണിംഗ് സയൻസ് ഇൻ പ്രഗ്നൻസിയാണ്. അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രഗ്നൻസി എന്ന് പറയുന്നത് പലർക്കും പലതരത്തിലാണ്. പല ലക്ഷണങ്ങളും എല്ലാവർക്കും തന്നെ കാണിക്കാറുണ്ട്. ചിലത് അപകടമുള്ളതാണ്, എന്നാൽ മിക്കതും അപകടമുള്ളതല്ല. ഇതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് പലപ്പോഴും പലർക്കും സംശയമുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന 7 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ മടിച്ചിരിക്കാതെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി നിങ്ങൾ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞും സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം ഈ 7 ലക്ഷണങ്ങളും വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രഗ്നൻസിയിലുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ സൂചനയാണ്. ഇതിൽ 1-2 ലക്ഷണങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും ഒരു ലക്ഷണമാണെങ്കിൽ പോലും മടിച്ചിരിക്കാതെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ചിലപ്പം ഒന്നുമില്ലായിരിക്കാം, പക്ഷേ ഇത് വലിയ പ്രശ്നങ്ങളുടെ ഒരു ലക്ഷണങ്ങളിൽ ഈ ലക്ഷണങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നിർബന്ധമായും ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് സേഫ് ആണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ബ്ലീഡിങ് ഫ്രം ദ വജൈനയാണ് ഒന്നാമത്തത്. അതായത് സിവിയറായ സ്റ്റൊമക്ക് പെയിനോട് കൂടി വജൈനയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. രണ്ടാമത്തത് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സിലുള്ള മാറ്റം, അതായത് യൂഷ്വൽ പാറ്റേണിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം കുഞ്ഞിൻ്റെ അനക്കത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. മൂന്നാമത്തത് സിവിയറായ ഹെഡേക്ക്, തലവേദന, വളരെ രൂക്ഷമായ തലവേദന എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അപ്പർ സ്റ്റൊമക്ക് പെയിൻ എടുക്കുന്നുണ്ട്, നോസിയ, അതായത് നമുക്ക് വൊമിറ്റ് ചെയ്യാൻ പോലൊരു തോന്നലുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ബോഡിയിലൊക്കെ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ, ഈ ലക്ഷണങ്ങളോട് കൂടി വളരെ സിവിയറായ തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. പിന്നെ നമ്മുടെ മൂഡ് സ്വിങ്സിലെ സാധാരണ നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് കുഞ്ഞുണ്ടായതിന് ശേഷം. പക്ഷേ പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് വല്ലാതെ ഡിസ്ട്രെസ്സായിട്ട് തോന്നും. അതായത് വളരെ സ്ട്രെസ് അനുഭവപ്പെടും, ഭയങ്കര നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒരു ക്രൈസിസിലാണ് എന്നൊരു തോന്നൽ നമുക്ക് വരും. ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സും ഭയങ്കര ഇമോഷണൽ ഇംബാലൻസും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പിന്നെ കാലിൽ ചുവപ്പോ, ഏതെങ്കിലും ഒരു കാലിലാവാം, കാലിൻ്റെ കാഫ്സിൽ ചുവന്ന കളറായിട്ടോ നീര് വെച്ചോ അല്ല സോലനായിട്ടോ അല്ലെങ്കിൽ തൊടുമ്പോൾ ചൂട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിക്കുക. ഇനി അടുത്തത് യൂറിൻ പാസ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നത്, അതായത് സാധാരണ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പാസ് ചെയ്യാൻ തോന്നുന്നത്, ഹൈ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നത്, ചൂട്, കുറേ അധികം ചൂട് അനുഭവപ്പെടുന്നത്, അതുപോലെ തന്നെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇടയ്ക്ക് ചെറിയ വയറുവേദനയൊക്കെ പ്രഗ്നൻസിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ വയറുവേദന ഒരുതരം മുറുക്കം പോലെ ടൈറ്റനിങ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഈ 7 ലക്ഷണങ്ങളാണ് ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത 7 അപകട സൂചനകളാണ്. ഇതൊക്കെ ആയേക്കാം, എല്ലാം ആവണമെന്നില്ല, പക്ഷേ സാധാരണ കേസുകളിൽ ഇത് അപകട സൂചനകളായിട്ടാണ് കണക്കാക്കുന്നത് പ്രഗ്നൻസിയിൽ. ഓരോ സിംറ്റത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള വീഡിയോകളിൽ പറയുന്നതാണ്. മറക്കാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.